ചെയ്യുകയുമല്ല. ഈ ഹദീസ് പണ്ഡിതന്മാർ ഇപ്രകാരം ചർച്ച ചെയ്ത് ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഖബറിൽ നിന്ന് ബർക്കത്തെടുക്കുക, അല്ലെങ്കിൽ ഖബറിന്റെ അരികിൽ നിന്ന് ഖബറിനെ മുത്തുക, അവിടെ വിളക്ക് കത്തിക്കുക, ഇങ്ങനെ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹദീസോ അല്ലെങ്കിൽ പ്രമാണങ്ങളോ പിൻബലമുണ്ടോ എന്നാണ് എൻ്റെ സംശയം. മഹാത്മാക്കളുടെ മക്ബറയിൽ വിളക്ക് കത്തിക്കുന്നതിനോ? വിളക്ക് കത്തിക്കുക, അതേപോലെ ഇവിടുന്ന് പാലക്കാട് ഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ വേറുപാടിയിലൊക്കെ തന്നെ പോയാൽ അവിടെയൊക്കെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ പള്ളിയിൽ പോയാൽ അവിടെ ഫിത്തിനെ പേടിച്ച് ഹറാമെന്ന് പറയുമ്പോൾ പേക്കൂത്തുകൾക്ക് നമ്മൾ മറുപടി പറയേണ്ടതില്ലല്ലോ. അവിടെ കുറെ പേക്കൂത്തുകൾ പലരും പലതും നടത്തുന്നുണ്ട്. അവിടെ മാത്രമല്ല, മുജാഹിദിന്റെ സമ്മേളനത്തിൽ ഇപ്പൊ എന്തെല്ലാം പേക്കൂത്ത് ഇറക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ സമയമില്ല, അല്ലെങ്കിൽ എന്റെ സ്ക്രീനിലുണ്ട് ഇപ്പൊ അതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരും. മുജാഹിദിന്റെ സമ്മേളനത്തിൽ ആണും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും കൂട്ടി കുഴഞ്ഞ് കഞ്ഞി വെക്കും, കഞ്ഞിയും ചോറും കൂടി വെച്ച് ആകെ എന്താ മുതിരി മോര് കൂടിയും വെച്ച മാതിരി ആകെ വരക്കുന്നത് നമ്മൾ കാണാൻ കഴിയും. അങ്ങനെ പലയിടത്തും പലതും നടക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്, അതിനൊന്നും ആർക്കും തർക്കമില്ല. പിന്നെ മക്ബറയിൽ വെളിച്ചം കത്തിക്കുന്നതിനാണ്, അത് കണ്ണ് കാണാനാണ്. അതിപ്പോ ആർക്കും പറയേണ്ടത് ചേട്ടോ. മക്ബറ എന്നല്ല, പള്ളിയാണെങ്കിലും ജനങ്ങൾ വസിക്കുന്നിടത്ത്, ജനങ്ങൾ ചെല്ലുന്നിടത്ത് അവിടെയൊക്കെ വെളിച്ചം കത്തിക്കുന്നത് അവിടെ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ അവിടെ മനുഷ്യര് കണ്ണ് കാണാനുമാണ്. അത് പുണ്യകർമ്മമാണ് എന്ന കാര്യം സംശയമില്ല. കാരണം സിയാറത്ത് എന്ന പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടി സഹായകമായ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിലുൽ ഹഖീർ തങ്ങൾ തന്റെ തഫ്സീർ റൂഹുൽ ബയാനിന്റെ 3-ാമത്തെ വാല്യം 400-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. മഹാത്മാക്കളുടെ മക്ബറയിൽ അവിടെ വെളിച്ചം കത്തിക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും ഈ ഉദ്ദേശത്തിൽ മഹാത്മാക്കളുടെ മക്ബറ എന്ന നിലക്ക് അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾ അവർക്ക് വെളിച്ചം കാണാനും അതുപോലെ അവിടെ ഉപകരിക്കുന്നതിനും വേണ്ടി അവിടെ മെഴുകുതിരി കത്തിക്കുകയാണെങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ്. അത് യാതൊരു ബിദ്അത്തുമില്ല, തെറ്റുമില്ല, പാടില്ലാത്ത കാര്യമല്ല എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പാടില്ല പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? മഹാത്മാക്കളുടെ മക്ബറയിൽ വെളിച്ചം കത്തിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ സ്വഭാവം പോലെയുള്ള ഒരു പരിപാടി, അത് പാടില്ല. അങ്ങനെ വെളിച്ചം കത്തിക്കുക എന്നൊരു ഇബാദത്ത് ഇസ്ലാമിലില്ല. അവർ തിരി കത്തിച്ച് ഇങ്ങനെ വെക്കുക, വെറുതെ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും കത്തിച്ചു, അത് പാടില്ല. അതാണ് പാടില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ മഹാത്മാക്കളുടെ മക്ബറയിൽ വെളിച്ചത്തിന് വേണ്ടിയും തിരി കത്തിക്കുന്നതിനോ അതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കുന്നതിനോ ഒരു കുഴപ്പവും ഇല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ ബിംബാരാധനക്ക് സമാനമായിട്ടാണല്ലോ ഇതിനെ പറയുന്നത്. മനോദീറൂബി ആസമാനി ഇസ്തിഹാലു കസീർ മിനൽ ഖൽഖി തഅദീമു ഖുബൂരിൽ അക്കാബി. ഇക്കാലത്തുള്ള ഒട്ടേറെ ആളുകൾ മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കുന്നത് ബിംബാരാധനക്ക് തുല്യമാണെന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുന്നുണ്ടല്ലോ. ഇത് സംബന്ധമായി ഉസ്താദിനൊന്ന് പറയാനുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് മുസ്ലിമീങ്ങൾ മഹാത്മാക്കളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചല്ല. അങ്ങനെ ഒരു പ്രയോഗമേ അതിലില്ല. ഇതാണ് ഇമാം റാസിയുടെ തഫ്സീർ നേരത്തെ വായിച്ച ഇബാറത്ത്. വനളീറുഹു ഫീ ഹാദ സമാനി ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി, നാസ് എന്നല്ല, മിനൽ ഖൽഖി. ഏതോ കുറെ പടപ്പത്തരങ്ങൾ ഇങ്ങനെ ശൂലാണ്ട് ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബി തഅദീമി ഖുബൂരിൽ അക്കാബിരി അലാ അലഇത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫആലഹും ഇൻദല്ലാഹ്. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്മാര് അവരുടെ ബിംബങ്ങളെയും അവരുടെ പ്രതിമകളെയും ഖബറിൽ കിടക്കുന്ന അവര് ആരാധിച്ചിരുന്ന ആളുകളെയും ബഹുമാനിക്കുകയും അങ്ങനെ ഇബാദത്തിന്റെ ഭാഗമായി ചെയ്തിരുന്ന ചില കോപ്രായങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇമാം റാസി ഇവിടെ വിശദീകരിക്കുന്നത്. അത് റാസി താഴോട്ട് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോ പരിശുദ്ധ ഖുർആനിൽ ജീവനുള്ളവരാവട്ടെ മരിച്ചവരാവട്ടെ ബിംബങ്ങളാവട്ടെ മറ്റ് വസ്തുക്കളാവട്ടെ ആ വസ്തുക്കളെ ആരാധനാകർമ്മം നിർവഹിച്ച് ബഹുമാനിച്ചിരുന്ന, അത് ഖബറുകളെ ബഹുമാനിക്കുകയാണെങ്കിലും ഖബറിലുള്ള ആളുകളെ ബഹുമാനിക്കുകയാണെങ്കിലും ബിംബങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിലും ആരാധനയുടെ ഭാഗമായി വരുന്ന ബഹുമാനങ്ങൾ, ഇബാദത്തിന്റെ ഭാഗമായി വരുന്ന ബഹുമാനങ്ങൾ, ആ ബഹുമാനങ്ങൾ ചെയ്യാൻ പാടില്ല. അത് തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ വാസ്തവത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഇസ്തിഗാസ ചെയ്യുമ്പോൾ അവര് മഹാത്മാക്കൾക്ക് ഇബാദത്ത് ചെയ്യുകയാണ്, ആരാധന ചെയ്യുകയാണ്
എന്ന് വഹാബികൾ വ്യാപകമായി പ്രചരിപ്പിച്ചതിന്റെ ഫലമാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാനുള്ള കാരണം. ഇവിടെ എത്ര ചോദ്യങ്ങളുണ്ടായാലും എത്ര മറുപടി ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഇതാണ്: ഇസ്തിഗാസ എന്ന് പറയുന്നത് ഇബാദത്തിന്റെ നിർവചനത്തിൽ വരുന്ന വണക്കമല്ല. മഹാത്മാക്കളോട് സഹായം ചോദിക്കുക എന്ന് പറയുന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന, അതിന്റെ നിർവചനത്തിൽ വരുന്ന വണക്കമോ താഴ്മയോ അല്ല. അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന വണക്കമാണ്, താഴ്മയാണ് എന്ന് പറയണമെങ്കിൽ അത് പറയുന്നവർ തെളിവ് കൊണ്ടുവരണം, അതിന് രേഖകൾ കൊണ്ടുവരണം. ഇത് ചെയ്യുന്ന ആളുകളാണത് പറയേണ്ടത്. ഇബാദത്താകണമെങ്കിൽ പരമമായ വണക്കമാകണം. പരമമായ വണക്കമാകണമെങ്കിൽ വണങ്ങുന്ന ശക്തിയെക്കുറിച്ച് വണങ്ങുന്ന വ്യക്തി അവൻ റബ്ബാണ്, ഖാലിഖാണ്, പടച്ചവനാണ്, ആരാധ്യനാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന വണക്കം മാത്രമേ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം അമ്പിയാക്കളെക്കുറിച്ച്, ഔലിയാക്കളെക്കുറിച്ച്, മഹാത്മാക്കളെക്കുറിച്ച് ഇസ്തിഗാസ നടത്തുന്ന മുസ്ലിമീങ്ങൾക്കില്ല. അവർക്കില്ലാത്ത വിശ്വാസം അവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവർ കാഫിറുകളാണ് എന്ന് പറയുന്ന ശൈലിയാണ് കേരളത്തിലെ മുജാഹിദുകൾ സ്വീകരിക്കുന്നത്. രോഗി ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നീ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഡോക്ടറുടെ റോളിലാണ് കേരളത്തിലെ വഹാബികൾ പ്രവർത്തിക്കുന്നത്. കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് രോഗി പറയുന്നു ഞാൻ മരിച്ചിട്ടില്ല, ഡോക്ടർ പറയുന്നു ഞാനാണ് ഡോക്ടർ, അതുകൊണ്ട് കിടക്കവിടെ നീ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഡ്ഢിയായ ഡോക്ടറുടെ റോളിലാണ് വാസ്തവത്തിൽ മുജാഹിദുകൾ ഉള്ളത്. ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരല്ല. ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ അത് ശിർക്കിന്റെയോ ഇബാദത്തിന്റെയോ നിർവചനത്തിന്റെ പരിധിയിൽ വരുത്തുവാൻ, അല്ലെങ്കിൽ തൗഹീദിന്റെ വിശദീകരണത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് പ്രമാണങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് നമ്മൾ പറയുമ്പോ അല്ല നിങ്ങൾ മുശ്രിക്ക് തന്നെയാണ്, നിങ്ങൾ കാഫിർ തന്നെയാണ് എന്ന് പറയുന്ന ആഭാസകരമായ മനമുരട്ടൽ ഉളവാക്കുന്ന, ഓക്കാനം വരുത്തുന്ന ഒരു ശൈലിയാണ് കഴിഞ്ഞ 80 കൊല്ലക്കാലമായി കേരളത്തിലെ മുജാഹിദുകൾ സ്വീകരിക്കുന്നത്. അതിനെ തുടർന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ചോദിക്കുന്നത് സുന്നി പ്രവർത്തകനാണെങ്കിൽ പോലും. സുഹൃത്തുക്കളെ, ഇതൊക്കെ മുജാഹിദുകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ഒറ്റ വാക്കൽ പറയുന്നു: ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ബഹുമാനമാണോ അത് പാടില്ല. ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ബഹുമാനമാണോ അത് ഇബാദത്തല്ല, അതിന് വിരോധവുമില്ല. ഇതാണ് ഒറ്റ വാക്കിൽ അതിന്റെ ഒരു മറുപടി. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ബഹുമാനമാണോ ആ ബഹുമാനം പാടില്ലാത്തതാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ബഹുമാനമാണോ അത് മഹാത്മാക്കളെ ബഹുമാനിക്കാം, മാതാപിതാക്കളെ ബഹുമാനിക്കാം, റസൂലുള്ളാഹിനെ ബഹുമാനിക്കാം, അമ്പിയാക്കളെ ബഹുമാനിക്കാം, എല്ലാവരെയും ബഹുമാനിക്കാം. ആ ബഹുമാനമൊന്നും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഇവിടെ ഇമാം റാസി വിശദീകരിക്കുന്ന ബഹുമാനം, ഖബറുകളുടെ ബഹുമാനം, അത് കാഫിറുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളായ, ആരാധ്യ പാത്രങ്ങളായ ആളുകൾ മരിച്ച് അവരുടെ ഖബറിനെ ബഹുമാനിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്തതിനെ കുറിച്ചാണ്. അത് നമ്മുടെ വിഷയത്തിൽ പെട്ടതുമല്ല. എന്റെ കയ്യിൽ